ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓളും ഞാനും. അപ്പോൾ ഇന്ന് ചെറിയോണാണ്. ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇന്ന് ജിബിൻ്റെ ഏട്ടൻ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി കേട്ടോ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. ചെറിയൊരു സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിന്ന് ബിരിയാണി എടുക്കല്ലേ, അപ്പോൾ അത് വ്ളോഗാക്കി ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെയാണ് മെയിനായിട്ട് പൂവൊക്കെ ഇടുക. നാളെ പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, കോഴിക്കോടല്ല, എൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ബിരിയാണിയാണ് വെക്കുന്നത്. മലബാർ സൈഡിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ബാക്കിയുള്ളിടത്തൊക്കെ അധികവും ഓണത്തിന് സദ്യ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഒന്നിക്ക് ബിരിയാണി ഉണ്ടാവും, അല്ലെങ്കിൽ സദ്യേൻ്റെ കൂടെ പൊരിച്ച മീനോ ചിക്കനോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നമ്മൾ ബിരിയാണി വെക്കുന്നത്. അത് ഏട്ടൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലൂടെ കാണാം. അപ്പോൾ ഇതൊക്കെയാട്ടോ ഇൻഗ്രീഡിയൻസ്. ബിരിയാണീൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മളിതാ പക്ഷേ സ്പെഷ്യലായിട്ട് നമ്മൾ ലഗോൺ ചിക്കൻ തന്നെ എടുക്കണം. ഇതൊരു 2 കിലോ ലഗോൺ ചിക്കൻ ഉണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി റൈസ്, ഉള്ളി, പിന്നെ തക്കാളി, മല്ലി, പുതിന, കറിവേപ്പില, പിന്നെ നമ്മൾ ഗാർലിക്, ജിഞ്ചർ, പച്ചമുളക് ഉണ്ട്, തൈര്, ലെമൺ. പിന്നെ പൊടികളെന്നില്ലേ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ മുളക് പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ. പൊടികളിൽ കുരുമുളകും, പിന്നെ നമ്മളെ പെരിഞ്ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി വേണ്ടു. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ പൊടി. അതായത് ഇത് പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള നമ്മുടെ മസാലകളില്ലേ, നമ്മൾ ഈ ഗരം മസാല വാങ്ങിക്കും. പക്ഷെ ഇത് നമ്മൾ ഗരം മസാല വാങ്ങിച്ചല്ല, വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഫ്ലേവർ കുറച്ചുകൂടി കൂടെ നിൽക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ മസാലകൾ, പൊടികൾ. വേറെ നമുക്കൊന്നും വേണ്ട. പിന്നെ ഉപ്പാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് നമ്മൾ മിൽമയുടെ ഗീ ആട്ടോ എടുത്തത്. ഈ മിൽമയുടെ ഗീ നമ്മൾ ഈ പാത്രത്തിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഗീ എടുത്തിട്ട് പാത്രത്തിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലൊക്കെ ആക്കി കൊടുക്കണം അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ഉള്ളി എടുക്കണം. ഉള്ളി ആവശ്യത്തിന് ഇടാം. ഓക്കെ, ഉള്ളി ഇടുക. ഓക്കെ, ഉള്ളി എന്നിട്ട് ഉള്ളി നല്ലോണം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എന്താ പറയാ ഞെരിണ്ടണം അല്ലേ. പിന്നെ തക്കാളി, 6 തക്കാളി. ഓക്കെ, തക്കാളി ഇടുക, നല്ലോണം കഴിച്ച് കുഴച്ചെടുക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു 2 വലിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇഞ്ചി അല്ലേ, ഇഞ്ചി ഒരു വലിയ വേണോ, ഒരു വലിയ ഇഞ്ചി അതും കൂടെ ഇട്ടിട്ട് ഈ ഇപ്പൊ നമ്മൾ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും സാധനം ഇട്ടിട്ട് നമ്മൾ കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കണം. ഉപ്പ് ഇട്ടില്ലല്ലോ. ഓക്കെ, ഇനി അതിനുശേഷം പച്ചമുളക് 10 പച്ചമുളക് ഇട്ടല്ലേ. ഓക്കെ, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം. അതാണ് കേട്ടോ ഇതിന്റെ മെയിൻ കാര്യം. നോർമലി നമ്മളെല്ലാം എണ്ണയിൽ വഴറ്റി ഒക്കെ അല്ലേ മസാലപ്പൊടികളൊക്കെ ഇടുക. ഇത് മെയിനായിട്ടെല്ലാം ഈ കൈ വെച്ച് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഓക്കെ, പുതിന ഓക്കെ ആവശ്യത്തിന്. അതൊക്കെ നമ്മൾ ഏകദേശം വെച്ചിട്ട് ഇടാം. കറിവേപ്പില. പൊടികൾ പിന്നെ ലാസ്റ്റ്, പൊടികളൊക്കെ മിക്സ് ചെയ്യാം. മെയിൻ സംഭവം ഈ കൈ വെച്ച് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ ചെയ്യണം. എന്നിട്ട് ഇനി ചിക്കൻ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ കുഴച്ചെടുക്കണം. ചിക്കനും ഇതിട്ട് ഇതേപോലെ കുഴച്ചെടുക്കണം. ഇനിയിപ്പോ നമുക്ക് ചിക്കൻ ഇതിനകത്ത് ഇടുക. ഇത് ലഗോൺ ചിക്കൻ. ടേസ്റ്റ് ശരിക്കും ലഗോൺ അല്ലേ. നമ്മുടെ ബിരിയാണി മലബാറിലുള്ള ചിക്കൻ്റെ കല്യാണ ബിരിയാണിക്കൊക്കെ ഈ ലഗോണാണ് മെയിനായിട്ട്. ലഗോൺ നമ്മൾ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് എടുക്കുക. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള വലുപ്പത്തിന്. ലഗോണിന്റെ വേവ് കൂടുതലായിരിക്കും അല്ലേ. ലഗോണിന്റെ വേവ് കൂടുതലാണ്. ഇത് ഒന്ന് ആദ്യം മിക്സ് ആക്കി എടുക്കുക.
അതിനുശേഷം മസാല ഇട്ടിട്ട് ഒന്നും കൂടി വീണ്ടും ചെയ്യണം. മസാല ഇടുന്നേ മുന്നേ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഈ ചിക്കനും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ജിഞ്ചറും ഗാർലിക്കും എല്ലാം കൂടെ കൈ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം. മിക്സ് ആക്കിയതിന് ശേഷം ഈ മസാല പൊടികൾ, അതായത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഗരം മസാല പൊടികൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചുണ്ടാക്കിയതാ കേട്ടോ. ഇതൊരു 2 ടീസ്പൂൺ അളവിലാണുള്ളത്. ഇതിപ്പോൾ ഏകദേശം 3 ടീസ്പൂൺ അളവുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കുറച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം കുരുമുളക്, നമ്മൾ കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവും മാത്രമാണ് ഇടുന്നത്. എരിവിനും പച്ചമുളകും കുരുമുളകും അല്ലേ? മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യത്തേ ഇല്ല. മുളക് പൊടി നമ്മൾ തീരെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പെരിഞ്ചീരകം ഒന്നെങ്കിൽ പൊടിച്ചിട്ടിടാം അല്ലെങ്കിൽ നേരെ ഇടാം. പെരിഞ്ചീരകം കടിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് പൊടിച്ചിടുന്നതാണ് നല്ലത്. കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പെരിഞ്ചീരകം ആവശ്യത്തിന് നമ്മൾ അളവിന് വേണ്ടത് എല്ലാവരും കഴിക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു കളറിന് വേണ്ടി മാത്രം മഞ്ഞപ്പൊടി ജസ്റ്റ് ഇട്ടോ. കളറിന് വേണ്ടി അത്യാവശ്യം ഈ തൈരൊക്കെ എപ്പോഴാണ് തൈരൊന്നും കൂടി ഉപ്പിട്ടില്ലല്ലോ നമ്മൾ? ഉപ്പിട്ടിട്ടില്ല. ഉപ്പുണ്ട്, തൈരുണ്ട്, പിന്നെ നാരങ്ങയുടെ നീരും. ഒരു അരക്കപ്പ് തൈര്, അരക്കപ്പ് തൈര്. ഇത് മൊത്തമായിട്ട് ഒഴിക്കട്ടെ? നോക്കി ഒഴിക്കാം അല്ലേ? നാരങ്ങ, ഒരു നാരങ്ങ, ഒരു വലിയ നാരങ്ങ കേട്ടോ. ഒരു വലിയ നാരങ്ങ പകുതി ഒഴിക്കുക ആദ്യം, എന്നിട്ട് നോക്കിയിട്ട് ഒഴിക്കാം. കാരണം തൈരിന്റെ പുളിന്റെ നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പിട്ടിട്ടില്ല. ലാസ്റ്റ് നമ്മൾ ഇടുന്നത് ഉപ്പാട്ടോ. 2 കിലോ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള നോക്കിക്കണം. ഒന്നും ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ, മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലോണം പീസായിട്ടും ഈ എല്ലാമായിട്ട് ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കണം. കൃത്യമായിട്ട് നന്നായിട്ട് മിക്സ് ആയി എന്നിട്ട് ഇത് ഒരു 1 അവർ മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം. ആ സമയത്ത് അപ്പൊ എന്തായാലും ഇത് നമുക്ക് കുഴച്ചിട്ട് മാറ്റി വെക്കാം അല്ലേ? ഓക്കെ. നമ്മളിനി ചെയ്യാൻ പോകുന്ന ഒരു പാനില് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഉള്ളിയില് മാറ്റി വെച്ചേ ഈ ഉള്ളി നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ. നമുക്ക് ആദ്യം പാൻ ചൂടാവട്ടെ കേട്ടോ. പാൻ ചൂടായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ബിരിയാണി ദമ്മിടുന്നതിന് തൊട്ട് മുകളിലായിട്ട് ചിക്കൻ്റെ മുകളിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ചും കൂടി ആ ഗരം മസാല പൊടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്ത് ഗരം മസാലയുടെ പൊടി മിക്സ് ആക്കി വെക്കുന്നത്. ആദ്യം നമ്മൾ ഇതിൽ പൊടിയൊന്നും ഇടണ്ട, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഗാർണിഷിങ് മാത്രമല്ല മസാല നമ്മൾ ഉണ്ടാക്കുമല്ലോ, എന്നിട്ട് ദമ്മിടുന്നതിന് മുന്നേ ഈ ആ കുഴച്ച് വെച്ച മസാല നമ്മൾ കുക്കറിൽ ഒഴിക്കും. ആ സംഭവത്തിൽ ഈ ഫ്രൈ ചെയ്ത സാധനം കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഗരം മസാല പൊടി ഇട്ട് മിക്സ് ആക്കിയിട്ട് വേണം ഇടാൻ. നമുക്ക് കാണാം. ആദ്യം നമുക്കിത് ഫ്രൈ ചെയ്യാം. മതിയായിരിക്കും അല്ലേ? തൊഴട്ടെ. ചൂടാക്കല്ലേ? ഇതിവിടെ ഫ്രൈ ചെയ്യാൻ വെച്ച് നമുക്ക് അരിന്റെ കാര്യം നോക്കാം കേട്ടോ. അരി നമ്മൾ കഴുകി വെച്ചല്ലേ, ജസ്റ്റ് കഴുകിയിട്ട് നമ്മളിത് ഇങ്ങനെ വാർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ചൂടായിരിക്കുന്നേ. ഇത്
മൊത്തമായിട്ടിടണോ അല്ലെ രണ്ടായിട്ട് ചെയ്യണോ? ഒന്ന് പോവാണെങ്കിൽ ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്താൽ മതി. രണ്ടായിട്ട് ചെയ്യാമെന്നാ തോന്നുന്നു. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നേരെ കട്ട് ചെയ്യണം ഉള്ളി, അപ്പോഴാണ് വേഗം ഫ്രൈ ചെയ്ത് കിട്ടുക അല്ലേ? ഏകദേശം എല്ലാം ഒരേ അളവിലും ആയിരിക്കണം. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ടിഷ്യൂ വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ഇതിൽ തന്നെ നമുക്ക് ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും, കാഷ്യൂനട്ട് മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൽ കുറച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ എടുക്കാം, കുറച്ച് മസാലയിലേക്കും വേണം. നമ്മളിതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇനി നമുക്ക് ഈ എണ്ണയിൽ കൊടുക്കാം. ഇത് കഴുകിയ കേട്ടോ, ഇത്തിരി വെള്ളത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ജസ്റ്റ് ഒരു ലൈക്ക് ഇതെല്ലാം എല്ലാവർക്കും അറിയാലല്ലേ, ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതും കൂടെ മാറ്റിയെടുക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോറിൻ്റെ തുടങ്ങാം കേട്ടോ. ഏകദേശം ഇവിടെ ഇപ്പോൾ മസാല പുരട്ടി വെച്ചിട്ട് എത്ര നേരമായി? 1 മണിക്കൂർ ആവാനായിട്ടോ. അപ്പോൾ അത് 1 മണിക്കൂർ ആയതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ പണി നോക്കാം. ഓക്കെ, ചോറ് വെന്ത് വരുമ്പോഴത്തേക്ക് ചിക്കൻ വെന്ത് വരും, അതാണ് കണക്ക്. അതുകൊണ്ട് നമ്മൾ ചോറ് ആദ്യം ആക്കി വെക്കാൻ പാടില്ല അല്ലേ? അങ്ങനെ കേട്ടോ, ഏകദേശം ഒരേ ചൂട് വരണം. ദമ്മിടുമ്പോൾ ചോറിനും മസാലക്കും ഒരേ ചൂട് വരണം. ഇത്രയായിപ്പോരല്ലേ? കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ നമ്മള് ഇത് പുരട്ടി വെച്ചിട്ട് 1 അവർ ഏകദേശമായി. 1 അവർ കൂടുതൽ വെച്ചാലും നല്ല തന്നെയല്ലേ, കൂടുതൽ മസാല പിടിക്കുമ്പോൾ അത്രയും നല്ലതാണ്. ഇനി നമ്മൾ ഈ സംഭവം ഈ പുരട്ടി വെച്ച ചിക്കനും ഉള്ളിയെല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് വേവിക്കണം. കുക്കറിൽ ഒരു ലഗോൺ ആയതുകൊണ്ട് വിസിലാണ് 7 ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും. ഓക്കെ, ഹൈ ഫ്ലെയിമിൽ 2ഉം ലോ ഫ്ലെയിമിൽ 3 അല്ലേ? ഓക്കെ, അത്രയും വേണം. അതിനുശേഷം ഇത് ചോറ് ശരിയായതിനു ശേഷം അതിലേക്ക് വെച്ചിട്ട് ദമ്മിടുക ചെയ്യാം. ഇതിന്റെ മുകളിൽ ഇത് നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് മാറ്റും. എന്നിട്ട് അതിന്റെ മുകളിൽ ചോറ് വേവിച്ച ചോറ് വെച്ചിട്ട് അതായത് 3/4 വെന്ത ചോറ് വെച്ചിട്ടാണ് ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ചോറ് പരിപാടി കൂടി നോക്കണം. രണ്ടും ഏകദേശം ഒരേ ചൂടായിരിക്കണം, എന്നാലേ അതിനൊരു ശരിയാവുള്ളൂ, ഇപ്രാവശ്യം ശരിയാവും. നമ്മളിത് ഇതിലേക്ക് മാറ്റാണ്. പിന്നെ മെയിനായിട്ട് വേറെ കാര്യം വേണ്ട, ഈ ഒരു ബിരിയാണി മസാല പാക്കറ്റ് ആട്ടോ നമ്മൾ വാങ്ങിക്കുക. ഇതിലിപ്പോൾ ഉള്ള സാധനങ്ങൾ കണ്ടില്ലേ, ഇതാ പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, ചെറിയ ജീരകം, ഇത് കസ്കസാ. കസ്കസ്, പിന്നെ ബേ ലീഫ് ഉണ്ട്, അങ്ങനെ നമുക്കറിയാമല്ലോ, ജാതിപത്രി, അങ്ങനത്തെ ഏലയ്ക്ക, ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പൊടിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഓക്കെ. ഇതിലുള്ള ആ വെള്ളം മാത്രം, കൂടാണ്ട് സെപ്പറേറ്റ് ഒരു വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് കുക്കറിൽ ഒഴിക്കാം അല്ലേ?
ഓക്കെ, അപ്പൊ നമുക്ക് ചോറിന്റെ പരിപാടി തുടങ്ങാം അല്ലേ. ഫസ്റ്റ് നമ്മളെ ഈ ബിരിയാണി പാത്രം വെച്ചു, പാൻ വെച്ചു, എന്നിട്ട് അതിലേക്ക് നെയ്യ്. ഓക്കെ, പിന്നെ നമ്മൾ ഇടുന്നത് ഇതാ പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഏലക്കായ, ഇത്രയും സാധനം ഇട്ടു. ഇനി അതൊന്ന് വഴറ്റിക്കോട്ടെ. അപ്പൊ ഈ പാത്രത്തിൽ നിറയാട്ടോ നമ്മള് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതേ അളവ് തന്നെ ഈ പാത്രത്തില് ഒരു ഇതിൽ നിറയല്ല എടുത്തത്. അപ്പൊ 1:1 വെച്ചിട്ട് വെള്ളം എടുക്കുക. കൈമ റൈസ് എടുത്തിട്ടുള്ളത്, അതിന്റെ അളവ് കറക്റ്റ് ഇങ്ങനെയാണ്. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഒന്നിന് 1:1 വെച്ച് വെള്ളം എടുത്ത് ഉപ്പിടണ്ടായി. ഓക്കെ, ഇനി നാരങ്ങ നീര്, കുറച്ച് നാരങ്ങ നീര്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു മുറി എടുത്ത് അതിന് അര നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ജസ്റ്റ് ഒന്ന് ഇളക്കുക. നമ്മളിട്ടത് പട്ടാ ഗ്രാമ്പൊക്കെ ഇട്ട്, പിന്നെ വെള്ളം ഒഴിച്ചു, അതിൽ ഉപ്പും നാരങ്ങ നീരും. ഇത് തിളച്ചിട്ട് അരി ഇടുക. ഫുള്ളാക്കി വെക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഇതാ വെള്ളം തിളച്ച്, ഇനി നമുക്ക് അരി ഇടാം അല്ലേ. അരി ഇടാം. ഇപ്പോഴത്തെ നമ്മളെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറെ സമയം എടുക്കും അതിന്റെ വേവില്ല. ഇനി ഇത് അതിന്റെ മൂടി വെച്ചിട്ട് വേവിക്കണം അല്ലേ. ഇടക്കിടക്ക് നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇതിപ്പോ നമ്മൾ ഫുൾ നല്ലോണം വേവാൻ പാടില്ലല്ലോ. ഇത് വെള്ളം പറ്റുമ്പോൾ തന്നെ ഏകദേശം 3/4 ഭാഗം വേവ് റെഡിയായിരിക്കും. ഇത് മെയിൻ കാര്യം, ഇത് 3/4 ഭാഗം വേവാൻ പാടുള്ളൂ. കാരണം നമ്മൾ ദമ്മിടുമ്പോ ബാക്കി വേവ് ദമ്മിലാണ് ബാക്കി വേവ് ആവേണ്ടത്. അപ്പൊ നമ്മൾ ഇത് ഫുള്ള് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് മൂടി വെച്ച് മൂടാം. ഓക്കെ, ഇത് സിമ്മിലല്ല ലോലും അല്ലാത്ത ഒരു മീഡിയത്തിലാട്ടോ ഇത് വെച്ചത്. ഇനി ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നോക്കണം. എന്നിട്ട് 3/4 വേവാകുമ്പോൾ ഓഫാക്കി കളയാം. അപ്പോഴേക്കും ഇതിന് വെള്ളം വറ്റിയിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം വെച്ചത്. അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായിട്ട് നമുക്ക് ദമ്മിടാം. അപ്പം നമ്മൾ ചോറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ അടി പിടിക്കും. ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്നുകൂടി മൂടിയിട്ട് വെക്കുക അല്ലേ. അപ്പം നമുക്ക് ദമ്മിടാം അല്ലേ. അതെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ നെയ്യ് എടുത്തിട്ട് ദമ്മിടുന്നതിൽ വയ്ക്കാം, സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വെള്ളം അടക്കം തന്നെ ഇടണം അല്ലേ.
ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല, പക്ഷെ ചിക്കൻ ഇത്രയും വെള്ളം ഇറങ്ങി. എന്നിട്ട് ചിക്കൻ്റെ കൂടെ നമ്മളെ ചെയ്ത് വെച്ച മറ്റേത് ഉള്ളി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി എടുത്തിട്ട് മിക്സ് ആക്കണം. ചിക്കൻ ഇട്ട് കുറച്ചും കൂടി വേണം വന്നിട്ട് അത് നമുക്ക് കുറച്ച് വയ്ക്കാം. ഫുള്ളിനകത്ത് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് നേരത്തെ ഗരം മസാല പൊടി കുറച്ച് ഇട്ടിട്ട് മിക്സ് ആക്കാം. ആവശ്യത്തിന് മുടി അധികം വേണ്ട, ഇതിന് വേണ്ടി സ്മെല്ലിന് വേണ്ടി മാത്രമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് ഒന്നും കൂടി ഒരു ആ ഒരു സ്മെല്ലും ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മല്ലിയില പുതിന കുറച്ച് നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചോറിൽ നമ്മൾ അതേപോലെ ക്യാരറ്റോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ചിലത് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അതെ അതെ, വിതറി ഇട്ട് കൊടുത്താൽ മതി. തട്ടിയെല്ലാം മാത്രമേ അമർത്തല്ല, ലൂസാക്കിയിട്ട് അമർത്തരുത്. പ്രസ് ചെയ്യാൻ പാടില്ല. ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ലൂസാക്കിയിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആവിൻ്റെ മുകളിൽ കയറി ബാക്കി വേവില്ലാതെ വരണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഗാർണിഷ് ചെയ്യാം. ഇതേ സാധനം കൂടി ചൂടിങ്ങി വേണം. ഒരു ലെയറും കൂടി ഒന്നും കൂടി ഇടും. കുറച്ചുകൂടി മല്ലി പുതിന കുറച്ചുകൂടി ചോറിടണം. മസാല ഇടില്ല, മസാല അടിയിൽ മാത്രം. അമർത്തുന്നത് ജസ്റ്റ് ഇട്ട് വേണം. നമുക്ക് ഇതൊക്കെ സെറ്റായി പോകും. ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കൂലേ? കുറച്ച് മുകളിൽ കുറച്ച് കളർ മഞ്ഞ കളർ വേണ്ടവർ വേണമെങ്കിൽ കുറച്ച് പാടിൽ മഞ്ഞൾ അറങ്ങി ഒഴിക്കും. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ചിലർ ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾ പൊടി ഇട്ടിട്ട് അതും ചെയ്യുന്നതാണ്. കളർ ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. ചോറിൽ നമ്മൾ അധികം ഒന്നും നെയ്യ് ഒഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് നെയ്യ് ഇഷ്ടാട്ടോ. നെയ്യ് ഒഴിച്ചു. കുറച്ചും കൂടി ഗരം മസാലപ്പൊടി. ഇനി ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം.
എടുത്ത് വെക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഒരു കട്ടിയുള്ള പാന്, ഇങ്ങനത്തെ പാന് വെക്കാം. കാരണം ദമ്മിടുമ്പോൾ എപ്പോഴും അതൊന്ന് ചൂടാവണ്ടേ, അതൊന്ന് ചൂടായിട്ട് നമ്മൾ ഈ പോട്ട് എടുത്തിട്ട് വെക്കാം. 10 മിനിറ്റ് നല്ല ചൂടിലും 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അതിനുശേഷം 15 മിനിറ്റ് ഏറ്റവും ലോയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ് നമ്മൾ ഹൈ ആയിട്ട് വെക്കണം, പിന്നെ ലോയില് 15 മിനിറ്റ്, എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് അതൊന്ന് സെറ്റ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബിരിയാണി റെഡിയാവും അല്ലേ? ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം. ഇതിപ്പോൾ ഹൈയിലാണുള്ളത്. ഹൈയിൽ 10 മിനിറ്റ് വെക്കും, അത് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ്സ് ലോയിൽ വെക്കാം. ഇപ്പം നല്ല ടൈറ്റാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ ഗ്ലാസിൻ്റെ ടൈറ്റ് നിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ദം പൊട്ടിക്കാം അല്ലേ? ഓക്കെ, സെർവ് ചെയ്യാനുണ്ട് അല്ലേ? ഇത് റൈസ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? മസാല അടിയിൽ നിന്ന് ലാസ്റ്റ് നമ്മൾ റൈസും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് റൈസ് നമ്മൾ മസാലയിൽ മസാല മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അത് മസാല ഒന്ന് കട്ടിയിൽ വരാൻ വേണ്ടിയിട്ട്. അത് അധികം ചെയ്യാത്ത കാര്യം. ഇനി ലാസ്റ്റ് ഇതാ ഈ കുറച്ച് റൈസ് ഇതിനകത്ത് വെച്ചിട്ട് അത് മിക്സ് ആക്കി മസാല ആയിട്ട് നല്ലതുപോലെ കുഴഞ്ഞ മസാല കിട്ടും. നല്ല രണ്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല മിക്സായ നല്ല അടിപൊളി സ്മെല്ലെല്ലാം നല്ല അടിപൊളി മണമുണ്ട്. സെർവ് ചെയ്യാനുള്ള പാത്രത്തിലായിട്ടുണ്ട്. പാത്രത്തിലാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാ ബിരിയാണി ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന പാറു ആരും കൂടെ കേട്ടോ. ഒരു പറയട്ടെ എങ്ങനെയുണ്ട്. കാണാനും സ്മെല്ലൊക്കെ അടിപൊളിയാണ്. ഇതിന് മുന്നേ നമ്മൾ 2 തവണ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ. അടിപൊളിയായിരിക്കും. മസാല ഇങ്ങനെ വേറെ തന്നെ ഒരു പാത്രത്തിൽ വെക്കും അല്ലേ? രണ്ടാളും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ. ചൂടുണ്ടല്ലേ? സൂപ്പറാ. ആ ചിക്കൻ്റെ പീസൊക്കെ കൂട്ടി വന്ന് കഴിച്ച് പറയും. ആരും എങ്ങനെ ഉണ്ടാരും? അടിപൊളിയാ? ഓക്കെ, രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, എന്നാൽ കഴിച്ചോ. ഇനി നമ്മളും കൂടെ കഴിക്കട്ടെ. ഇവിടെ നമ്മൾ ഓണപ്പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മ കഴിക്കുകയാണ്, ഏട്ടനും എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ബിരിയാണി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
പറ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.